ഹലോ എവരി വൺ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റി ഒരുവിധം നല്ല ധാരണ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. അതോടൊപ്പം അതിൻ്റെ ഒരു ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ഉള്ളത്, അതിൽ ഏത് നമ്പറിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നിങ്ങൾ ഒരു വർഷം ഫയൽ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് നിങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടത്, അവ ഫയൽ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എല്ലാവരും ഫയൽ ചെയ്യേണ്ട ഇൻകം ടാക്സ് റിട്ടേൺ ഒന്ന് തന്നെയാണോ? അല്ല. ഇൻകം ടാക്സ് റിട്ടേൺ 7 തരത്തിലുണ്ട്. ITR 1, ITR 2, ITR 3, ITR 4, ITR 5, ITR 6, ITR 7 എന്ന പേരുകളിലുള്ള 7 തരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് ഉണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങളൊരു വ്യക്തിയാണോ, കമ്പനിയാണോ, പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, LLP ആണോ? നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഏത് തരത്തിലുള്ളതാണ്? സാലറി ആണോ, ബിസിനസ് ഇൻകം ആണോ, ക്യാപിറ്റൽ ഗെയിൻ ആണോ, അതോ മറ്റു തരത്തിലുള്ള ഇൻകം ആണോ? ഈ 2 ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ഒരു വർഷം ഫയൽ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ ബിസിനസ് ഇൻകമോ ക്യാപിറ്റൽ ഗെയിനോ ഇല്ല എന്നിരിക്കട്ടെ. ബാക്കിയുള്ള നിങ്ങളുടെ ഇൻകം 50 ലക്ഷത്തേക്കാൾ താഴെയാകുന്നുവെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ട റിട്ടേണിന്റെ പേര് ITR 1 എന്നാകുന്നു. എന്നാൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ ക്യാപിറ്റൽ ഗെയിൻ, വസ്തുവകകൾ വിറ്റ് കിട്ടുന്ന ലാഭം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 2 എന്ന റിട്ടേൺ ആകുന്നു. എന്നാൽ നിങ്ങളുടെ വാർഷിക വരുമാനത്തിൽ ബിസിനസ് ഇൻകം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ 1 പ്രകാരമുള്ള ഇൻകമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് 50 ലക്ഷത്തേക്കാൾ അധികമാകുന്നുവെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 3 എന്ന റിട്ടേൺ ആകുന്നു. നിങ്ങളൊരു കമ്പനി ആകുന്നുവെങ്കിൽ ഏത് തരം ഇൻകം കിട്ടിയാലും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 6 എന്ന റിട്ടേൺ ആകുന്നു. നിങ്ങളൊരു ചാരിറ്റബിളോ റിലീജിയസ് ട്രസ്റ്റോ ആകുന്നുവെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ITR 7 എന്ന പേരിലുള്ള റിട്ടേൺ ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇൻകം ടാക്സ് ആക്ട് പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാളാകുന്നു നിങ്ങളെങ്കിൽ ഗവൺമെന്റ് പറയുന്ന അവസാന തീയതിക്കുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എന്നാൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ നമ്പർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. അതായത് നിങ്ങൾ യഥാർത്ഥമായിട്ട് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ITR 1 എന്നാകട്ടെ. എന്നാൽ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് മറ്റ് ഏതെങ്കിലും നമ്പറിലുള്ള റിട്ടേൺ ആകുന്നുവെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്ത ആ റിട്ടേണെ ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിക്കുകയും 15 ദിവസത്തിനുള്ളിൽ കറക്റ്റ് നമ്പറിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. ഈ പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പുതിയ കറക്റ്റായ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടേ ഇല്ല എന്ന് കണക്കാക്കപ്പെടുകയും റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മേലിൽ ആ വർഷം വരികയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് റിട്ടേൺ ഓൺലൈൻ ആയിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഗവൺമെന്റിന് സമർപ്പിക്കാവുന്നത്. എന്നാൽ 80 വയസ്സോ അതിലധികമോ ഉള്ളവർ ITR 1 ITR 4 ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവർ ഓൺലൈനായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ് ഓഫീസിൽ അവരുടെ റിട്ടേൺ എഴുതി സമർപ്പിക്കാവുന്നതാണ്. ഇൻകം ടാക്സ് നിയമങ്ങളെ പറ്റി അത്യാവശ്യം ധാരണയുണ്ട്, ഇൻകം ടാക്സ് വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ഒരു പരിചയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഫയൽ ചെയ്യുന്ന ITR 1 പോലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് തന്നെ ഫയൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് ഫയൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ ടാക്സ് പ്രാക്ടീഷണറുടെയോ ഇത് അറിയാവുന്ന മറ്റ് ആരുടെയോ സഹായം തേടുന്നതാണ് ഉചിതം. എന്നാൽ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇൻകം ടാക്സ് വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഒരു റിട്ടേൺ ഫിൽ ചെയ്ത് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ വർഷത്തെ റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയലിംഗ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ ആ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേണിൽ വെരിഫൈ എന്ന പ്രക്രിയ കൂടി ചെയ്യണം.
അതായത് നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേൺസിലുള്ള വിവരങ്ങൾ നിങ്ങളുടെ തന്നെയാണെന്നും അത് നിങ്ങളുടെ അറിവോട് കൂടിയാണ് സബ്മിറ്റ് ചെയ്തതെന്നും ഉറപ്പാക്കാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വെരിഫൈ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് പറയുന്ന 5 രീതികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടി ഒരു OTP അല്ലെങ്കിൽ ഒരു കോഡ് നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ സ്വീകരിച്ചതിന് ശേഷം ഇൻകം ടാക്സ് വെബ്സൈറ്റിലെ വെരിഫൈ ചെയ്യാനുള്ള ഭാഗത്ത് ആ കോഡ് അല്ലെങ്കിൽ OTP എൻ്റർ ചെയ്യണം. ഇങ്ങനെയാണ് റിട്ടേൺ വെരിഫൈ ചെയ്യുന്നത്. ഈ 5 രീതികളിൽ ഒന്നിൽ കൂടിയും നിങ്ങൾക്ക് OTP അല്ലെങ്കിൽ കോഡ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്ത ആ റിട്ടേൺ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ഒപ്പിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബാംഗ്ലൂർ ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾ ഫയൽ ചെയ്ത ആ റിട്ടേൺ വെരിഫൈ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും. എന്നാൽ നിങ്ങൾ ആ വർഷം ഇൻകം ടാക്സ് ഓഡിറ്റിന് വിധേയപ്പെടുന്ന ആളാണെങ്കിലോ നിങ്ങൾ ഒരു കമ്പനി ആണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേൺ വെരിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തതായി ഗവൺമെന്റ് കണക്കാക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കാനോ നിങ്ങളുടെ നഷ്ടങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യാനോ ഒക്കെ സാധിക്കൂ. റിട്ടേൺ വെരിഫൈ ചെയ്തതിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്താൽ മതിയാകും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എപ്പോഴാണോ വെരിഫൈ ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഗവൺമെന്റ് അനുശാസിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിട്ടേൺ പിന്നീട് ഫയൽ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എപ്പോൾ വരെ? അവസാന തീയതിക്കുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ആ തീയതിക്ക് ശേഷമുള്ള മാർച്ച് 31-നുള്ളിൽ അതേ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡ്യൂ ഡേറ്റിന് ശേഷം ഫയൽ ചെയ്യപ്പെടുന്ന റിട്ടേണിനെ ബിലേറ്റഡ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. എന്നാൽ ഓർക്കുക, ഇങ്ങനെ ഒരു ബിലേറ്റഡ് റിട്ടേൺ ആണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ 234F, 234A മുതലായ പെനാൽറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ അവസാന തീയതിക്ക് ശേഷമുള്ള മാർച്ച് 31 വരെ സമയമുള്ളൂ. ഇതിന് ശേഷം സാധാരണയായി നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അടുത്തതായി, നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് പിന്നീട് മനസ്സിലായാൽ അവയെ തിരുത്താൻ അവസരമുണ്ടോ? ഉണ്ട്. നമ്മൾ ഒരു വർഷം ഫയൽ ചെയ്യുന്ന റിട്ടേൺസ്, അവ നോർമൽ റിട്ടേൺ ആയാലും ബിലേറ്റഡ് റിട്ടേൺ ആയാലും, അവയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനായി പുതിയൊരു റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പുതുതായി ഫയൽ ചെയ്യുന്ന റിട്ടേണിനെയാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു റിട്ടേൺ പുതുതായി ഫയൽ ചെയ്താൽ നിങ്ങൾ ഏത് റിട്ടേണിന് പകരമാണോ ഈ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്തത് ആ പഴയ റിട്ടേൺ അസാധുവാകുകയും പുതുതായി ഫയൽ ചെയ്ത റിവൈസ്ഡ് റിട്ടേൺ ആയിരിക്കും നിങ്ങളുടെ ഒറിജിനൽ റിട്ടേൺ ആയിട്ട് കണക്കാക്കാൻ പോകുന്നത്. ഏത് വർഷത്തിന്റെ റിട്ടേൺ ആണോ റിവൈസ് ചെയ്യേണ്ടത് ആ വർഷത്തിന്റെ തൊട്ടടുത്ത വർഷത്തിന്റെ മാർച്ച് 31 വരെയാണ് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന സമയം. ഈ മാർച്ച് 31-നുള്ളിൽ നിങ്ങൾക്ക് ആ റിട്ടേൺ എത്ര തവണ വേണമെങ്കിലും റിവൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വർഷത്തിന്റെ റിട്ടേൺ ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി അടുത്ത വർഷത്തിന്റെ മാർച്ച് 31 ആണെന്ന് പറഞ്ഞല്ലോ. ഈ മാർച്ച് 31-ന് ശേഷം സാധാരണയായി റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമുക്കെതിരെയുള്ള നടപടി എന്തായിരിക്കും? ഇങ്ങനെ മാർച്ച് 31-നോടകം IT റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 142 പ്രകാരമോ 148 പ്രകാരമോ സ്പെഷ്യൽ നോട്ടീസുകൾ നിങ്ങൾക്ക് അയക്കാൻ സാധ്യതയുണ്ട്. ഈ തരം നോട്ടീസുകൾ നമ്മൾ പറഞ്ഞ മാർച്ച് 31-ന് ശേഷമുള്ള 6 വർഷത്തിനുള്ളിൽ അയക്കാൻ അവർക്ക് അധികാരമുണ്ട്. ഈ നോട്ടീസിലൂടെ നിങ്ങൾ ഫയൽ ചെയ്യാതിരുന്ന ഇൻകം ടാക്സ് റിട്ടേൺ അവർ പറയുന്ന തീയതിക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്തതിനും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയ്ക്കെല്ലാമായി എത്രയാണ് പെനാൽറ്റി നൽകേണ്ടതെന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലൂടെയും ഈ വീഡിയോയിലൂടെയും ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാം വളരെയധികം മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.